ഹായ് കൂട്ടുകാരെ, നിങ്ങളാരെങ്കിലും ഈ ബദാം കഴിച്ചത് നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ബദാമാണ്. ഇത് കൊണ്ടുവന്ന് ഉണക്കിയിട്ട് അത് വെയിലത്തിട്ടാൽ ഉണങ്ങും മുട്ടി പൊളിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും. അതിൻ്റെ പരിപ്പ് വല്ല മുട്ടിയൊക്കെ എടുത്ത് മേടി പൊളിക്കണം. അടിപൊളി ബദാമാണ്, ഒറിജിനലാണ്. മുട്ടി അതിൻ്റെ പരിപ്പ് എടുത്ത് കാണിച്ചു തരാം. കണ്ട പൊട്ടിച്ച് പൊളിച്ചതാണ്. സൂപ്പർ പരിപ്പ് എടുക്കുന്നുണ്ട്. അങ്ങനെ മുട്ടി പൊളിച്ചെടുക്കണം. പെറുക്കി കൊണ്ടുവന്ന് വെയിലത്ത് ഇട്ടാൽ മതി. അപ്പം അങ്ങനെ മുട്ടി പൊളിച്ച് പരിപ്പെടുക്കാം. മറ്റേ വട്ട കുട്ടിയിലാദ്യം നല്ല സൂക്ഷിച്ച് മുട്ടിയാൽ നന്നായിട്ട് പരിപ്പ് വൃത്തിയിൽ കിട്ടും. നോക്കാം. നന്നായി കിട്ടി, അടിപൊളി. ടയർപ്പായൻ്റെ അടിയിലായിട്ടാണ് ഈ നീല കളർ. അതാ സൂപ്പർ. ഏട്ടനാണ് മുട്ടിപ്പൊളിച്ച് തരുന്ന ആൾ. അത് റെഡി കിട്ടിയില്ലേ? ഇല്ലേ, പൊടിഞ്ഞോ? ചെറുതായിട്ടില്ലേ. ബദാമ മരത്തിനടിയിൽ ഉണ്ടാവും. ഇങ്ങനെ പഴുത്ത് ചാടി ഇങ്ങനെ കിടക്കണു. പെറുക്കി കൊണ്ടത് ഇങ്ങനെ ഉണക്കിയ സൂപ്പറായിട്ട് ഒറിജിനൽ പരിപ്പെടുത്ത് കഴിക്കാം. അപ്പം നമുക്ക് ഇത്രയും നല്ല ബദാം പരിപ്പ് കിട്ടി. ഇങ്ങനെ ബദാം പരിപ്പ് എടുത്ത് കഴിച്ചിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. കുഞ്ഞുങ്ങളറിഞ്ഞ കാലത്ത് ഞങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കി കൊണ്ടുവന്ന് ഉണക്കി മുട്ടിപ്പൊളിച്ച് കഴിച്ചിരുന്നു. ഇപ്പോൾ സ്വത്തുട്ടിയുടെ സ്കൂളിലേക്ക് പോയപ്പോൾ അവിടുന്ന് കണ്ടതാണ്. അപ്പം ഞങ്ങളവിടുന്ന് പെറുക്കി പോകുന്നതാണ്. അവർക്ക് യൂണിഫോമിൻ്റെ തുണി വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നല്ല അടിപൊളി പരിപ്പ്. ഇത് കഴിച്ചിട്ടുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ കേട്ടോ. ലൈക്ക് ചെയ്യാൻ എന്താ മറക്കണല്ലേ? നല്ല സൂപ്പർ പരിപ്പല്ലേ? അടിപൊളി പരിപ്പ്. നല്ല അടിപൊളിയായിട്ട് നല്ല പരിപ്പുകൾ. ഓക്കേ.